പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രഭു. ലോകാന്ത്യ സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും വിവരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനം. പ്രയോജനകരമായി ജീവിക്കാൻ ഈ പഠനം താങ്കൾക്ക് പ്രയോജനകരമാകട്ടെ. ലോകാന്ത്യ സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രതിപാദിക്കുന്ന വെളിപാട് പുസ്തക പഠനം. യൂട്യൂബിൽ ഞങ്ങളുടെ പ്രോഗ്രാം കാണുവാൻ വിലാസം ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ ബി തോമസ് ചാനൽ. വിസിറ്റ് അവർ വെബ്സൈറ്റ് www.peaceministry.org. ആലയത്തിൻ്റെ പുറത്തെ പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം, സ്വർഗത്തിലെ ദൈവം നമ്മൾ ആവർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ്റെ ദൃഷ്ടി എപ്പോഴും പതിപ്പിച്ചിരിക്കുന്ന ഇടമാണ് അവിടെ ഇസ്രായേൽ രാഷ്ട്രം. ഈ യെരുശലേം ഇവിടം ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും ഇരിക്കുന്ന സ്ഥലം. അതെ, കഴിഞ്ഞ പ്രാവശ്യം സാർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, വായിച്ചിട്ടല്ലേ? അതെ അതെ, ആവർത്തനത്തിലുണ്ട്. എന്നാൽ നാം മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കും. ആവർത്തനം 11:12 വാക്യം നോക്കി. ആവർത്തനം 11:12 വാക്യം ആ ദേശത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ വായിക്കുന്നതാണ്, ഇങ്ങനെ വായിക്കും. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിൽ ഇത് ദൈവം പ്രത്യേകം ഈ ഇസ്രായേൽ യെരൂശലേമിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അല്ലേ? 11:12. 11:12 നോക്കി. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഏതിന്മേൽ? സ്ഥലത്തിന്റെ മേൽ. എന്നാൽ 2:16 പറയുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കും. തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരിൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. ഒരുത്തനേലും ഉണ്ടോ എന്നിൽ ഏകാഗ്രചിത്തനായിട്ടിരിക്കുന്നവൻ? അവനിൽ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ ഇങ്ങനെ നോക്കി ഭൂമിയിലൊക്കെ അവന്റെ കണ്ണ് നടക്കുമ്പോൾ അവന്റെ കണ്ണ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ മാറ്റാതിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് യെരൂശലേം അല്ലേ? യെരൂശലേം. ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ഡോം ഓഫ് ദി റോക്കോ അലാസ്ക മോസ്ക് പണിയുമ്പോഴും യഹൂദന്റെ ദേവാലയം പണിയുന്നിടത്ത് നിന്ന് അല്പം മാറി അതിനെ പണിയാൻ ദൈവത്തിന്റെ ദൃഷ്ടി മൂലം അതിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലല്ല ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം നിവർത്തിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വെളിപ്പാട് ദിവസം 11:2 പ്രകാരം അത് അവർക്ക് കൊടുത്തിരിക്കുന്ന അവിടെ ശ്രദ്ധിക്കേണ്ട, അല്ലെ ഇത് തെറ്റിപ്പോയേനെ. ദൈവത്തിന്റെ ജ്ഞാനം എത്ര അത്ഭുതകരമാണ്! ദൈവത്തിൻ്റെ വചനം തെറ്റിക്കൂടാത്തതാണെന്ന് പറയുന്നത് എക്സാക്ട്ലി കറക്റ്റാണ് അല്ലേ? 100% ഓക്കെയാണ്. തിരുവചനം സത്യമാണ്. അപ്പോൾ അപ്രമാദിത്വമുള്ളത് തിരുവെഴുത്തിനാണ്, ദൈവവചനത്തിനാണ്. സഭയ്ക്ക് തെറ്റുപറ്റാം, സഭാ നേതാക്കന്മാർക്ക് തെറ്റുപറ്റാം, നമുക്ക് തെറ്റുപറ്റാം. എന്നാൽ ബൈബിളിന്, ദൈവവചനത്തിന് യാതൊരു തെറ്റും സംഭവിക്കുകയില്ല. പ്രത്യേകിച്ച് പ്രവചനപരമായ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മാറാതെ എന്നേക്കും നിലനിൽക്കും, നിവൃത്തിയാകുകയും ചെയ്യും അല്ലേ? ഇനിയും ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഡോക്ടർ ആഷർ കൗപ്മാനോട് ചോദിച്ചു, ദേവാലയം യഹൂദന് പണിയാൻ എത്ര നാൾ വേണം? അപ്പം പറഞ്ഞു, അവരാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സാധനങ്ങൾ മിക്കവാറും ഉണ്ടാക്കി കഴിഞ്ഞു. യെരുശലേമിൽ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവർ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞൊരു വാർത്ത, യഹൂദന്റെ ദേവാലയ ശുശ്രൂഷ ആരംഭിക്കാൻ 93 ഇൻഡിവിജ്വൽ ഉപകരണങ്ങൾ വേണം. അതിൽ 90 എണ്ണം ഞങ്ങൾ ഉണ്ടാക്കി. പണിത് കഴിഞ്ഞു. കവരവിളക്കും കാഴ്ചയപ്പത്തിന്റെ മേശ എല്ലാം ഉണ്ടാക്കി. മഹാപുരോഹിതന്റെ വസ്ത്രം ഉണ്ടാക്കി, പുരോഹിതന്റെ വസ്ത്രം ഉണ്ടാക്കി, നെറ്റിപ്പട്ടം ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇവർ ദേവാലയം പണിയാൻ വളരെ സീരിയസ് ആയി. ഇത് പണിയപ്പെടുമെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. രാഷ്ട്രീയമായ പ്രശ്നം കൊണ്ടാണ് ഇത് പണിയപ്പെടാത്തത്. എന്നാൽ സഭ മാറ്റപ്പെട്ട ശേഷം നമ്മൾ ഇന്ന് ലോകത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശയം, ആ ആശയം ഇത് പണിയാനായിട്ട് പ്രേരകമായി തീരും. ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന 3 കൂട്ടർക്കും ആരാധിക്കാൻ ഒരു പ്രതലമായിട്ട് അതിനെ, അതായിരുന്നു UN പ്രപ്പോസ് ചെയ്തത്. 1947 ആ പ്രദേശം ഇന്റർനാഷണൽ ഒരു കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്. 47 മുതൽ അവരുടെ തീരുമാനം ഉണ്ടായിരുന്നു. UN റെസൊല്യൂഷൻ 181. ഇപ്പൊ ഏകദേശം അത് സ്വീകാര്യമായ രീതിയിൽ ലോകത്തിന് സ്വീകാര്യമായി, ലോകം അത് പ്രപ്പോസ് ചെയ്യുന്നു. അത് നമ്മൾ ഓർക്കണം. രണ്ടാമത് നമ്മൾ ഓർക്കണം, ഈ
കത്തോലിക്ക ചർച്ചിന്റെ തലവനായ പോപ്പ് ഈ മറ്റ് സഭകളുമായിട്ട് ഇപ്പോൾ ഒരു ഐക്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സ്നേഹബന്ധത്തിലേക്ക് വരിക. അറിയാം, അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. ഒരിടയനും ഒരു ആട്ടിൻകൂട്ടമായി തീരും. അതായത് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സഭയോട് പ്രൊട്ടസ്റ്റ് ചെയ്തവരെന്ന്, അവര് തിരിച്ചു വന്ന പ്രശ്നം തീരുമെന്ന അവരുടെ പഠിപ്പില്ല. അത് ശരി. അവർ വിശ്വസിക്കുന്നതും എല്ലാവരും ഒരു ഇടയന്റെ കീഴിൽ വരും. ഒരു ഇടയന്റെ കീഴിൽ വരുമെന്നുള്ളതിന്റെ പ്രവചനവൃത്തി അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? അല്ല, അവര് വിശ്വസിക്കുന്നത് പോപ്പിന്റെ കീഴിൽ എല്ലാവരും തിരിച്ചു വരുമെന്ന്. അങ്ങനെയല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ശരി. ക്രിസ്തുവിന്റെ കീഴിൽ യഹൂദനും യവനിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്നവരെല്ലാം ഒന്നായി തീരുമെന്നുള്ളതാണ്. അതാണ് ആ പ്രവചനത്തിന്റെ അർത്ഥം. ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടമായി മാറും. അത് വാസ്തവത്തിൽ ഓൾറെഡി സംഭവിച്ചെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ? സംഭവിച്ചു. പക്ഷെ അവരുടെ വിശ്വാസം അങ്ങനെയാണ്. അത് ശരി, വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം തിരിച്ച് ലാസ്റ്റിൽ പോപ്പിന്റെ കീഴിൽ വരുമെന്ന് അവർക്കൊരു ധാരണയുണ്ട്. അവരങ്ങനെ പഠിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ ക്യൂബയിലെ ഞാൻ പേര് മറന്നുപോയി, ആ ബിഷപ്പുമായിട്ട് അവിടുത്തെ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. ഫിഡൽ കാസ്ട്രോ ആണോ? അതെ, അല്ല, അവിടുത്തെ മതനേതാവ്. അതുപോലെ തന്നെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ നേരത്തെയുള്ള പോപ്പ് ആംഗ്ലിക്കൻ ചർച്ചിന്റെ ബിഷപ്പുമായിട്ട് ഒരു മോതിരം കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു എൻഗേജ്മെന്റ് റിംഗ് ആണെന്ന് പറഞ്ഞു. മറ്റു മതങ്ങളുമായിട്ട് ഈ ക്രിസ്ത്യ സഭകളിലെ തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ഒന്നിക്കാൻ വേണ്ടി ഐക്യത നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് സാക്ഷാത്കരിക്കും. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. പരിശുദ്ധാത്മാവിനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇപ്പം ശരിക്കും ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ വചനത്തിൽ പറഞ്ഞ പോലെ ആശ്ചര്യമായി നടക്കാൻ ഒരുക്കപ്പെട്ടത് കൊണ്ട് സഭ എപ്പോ വേണേലും മാറ്റപ്പെടാം. നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും വളരെ ഗൗരവത്തോട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ തിരുവചന പഠനം, ഒരുപക്ഷെ ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സത്യങ്ങളും സൂക്ഷിക്കുക. കാരണം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവം ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരുപക്ഷെ ഈ ശബ്ദരേഖയും സഹായകരമായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. മശിഹയെ കണ്ടെത്തുവാൻ ലോക രാജ്യങ്ങളിലുള്ള ഏത് മനുഷ്യർക്കും ആശ്വാസവും പാപമോചനവും നിത്യജീവനും കണ്ടെത്തുവാനായിട്ട് വേദിയൊരുക്കിയിരിക്കുന്ന, വഴിയൊരുക്കിയിരിക്കുന്ന മശിഹ തമ്പുരാൻ്റെ ക്രൂശ് മരണം, ആ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് വിശ്വസിക്കുവാനും കർത്താവിൽ വിശ്വാസം അർപ്പിക്കുവാനും ഒരുപക്ഷെ ഇത് കാരണമായി തീരും. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. പാപപരിഹാരമായിട്ട് ക്രൂശിൽ മരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് ഈ സുവിശേഷകന്മാർ കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ലോക രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം ഇപ്പോഴും എപ്പോഴുമുള്ള മഹാരാജാവായിട്ട് മടങ്ങി വരുന്ന ലോകരാജ്യ നേതൃത്വം, ലോകരാജ്യത്വം ഏറ്റെടുക്കുന്ന അത്ഭുത രക്ഷകനും രാജാതി രാജാവുമായിട്ട് യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു ദിവാസ്വപ്നമല്ല, ദിവ്യ സത്യമാണ്. ഈ സത്യത്തിൻ്റെ വിശദീകരണ പഠനത്തിലേക്ക് നിങ്ങളെ പ്രത്യേകം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ജോൺ ബി തോമസ് സാറിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു സംശയം, ഈ 11-ാം അധ്യായം വെളിപ്പാട് പുസ്തകം, അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ 2 സാക്ഷികളുടെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിന് മുമ്പ് ഒരു 42 മാസത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഈ 42 മാസം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊരു വിശദീകരണം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾ കൊടുത്തിരിക്കുന്നു. വിശുദ്ധ നഗരത്തെ 42. ബൈബിളിലെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ആദ്യ 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ 4 വൈവിധ്യമായിരിക്കുന്ന മഹാത്മ്യം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച് മരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അവിടെ നിർവഹിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇന്നും ജീവിക്കുന്നു, സ്വർഗത്തിൽ ജീവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് രക്ഷിതാവായിട്ട് ഹൃദയത്തിലേക്ക് മാനസാന്തരാനുഭവത്തിൽ സ്വീകരിച്ചവരുടെ ഹൃദയങ്ങളിലും ജീവിക്കുന്നു. എന്നാൽ ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ലോകരാജ്യ നിയന്ത്രണമുള്ള, ലോകരാജ്യത്ത് ഏറ്റെടുക്കുവാൻ വേഗം വരുന്ന, അജയ്യനായിരിക്കുന്ന, സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായിരിക്കുന്ന ദൈവമായിട്ടാണ് കർത്താവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തക പഠനം വളരെ പ്രാധാന്യമായിട്ട് അത് ബോധ്യപ്പെടുത്തും. ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഈ പഠനത്തിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നാണല്ലോ സാറേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ അത് ജാതികൾക്ക് ഈ പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം വേണം, വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല എന്നാണെന്നുള്ളത്. അതിൻ്റെ താഴെ 3-ാം വാക്യം നോക്കിയാട്ടെ. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 42 മാസം 1260 ദിവസം. പിന്നീട് നമ്മൾ വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൻ്റെ
5-ാം വാക്യത്തിൽ വരുമ്പോഴും 42 മാസം എന്ന് കാണുന്നുണ്ട്. അതെ. 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ 1260 ദിവസം എന്ന് കാണുന്നുണ്ട്. 12-6 ഉണ്ട്, അവിടെയും പറയുന്നുണ്ട്. പിന്നെ 14-ാം വാക്യം നോക്കിയാട്ടെ. 14-ാം വാക്യത്തിൽ 12-ാം അധ്യായം 14-ാം വാക്യമാണോ? അതെ. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. 1 കാലം 2 കാലം അരക്കാലം 3.5 കാലം. 1 കാലം 2 കാലം അരക്കാലം, അപ്പോൾ 3.5 കാലം. അതെ അതെ. ഇതെന്താ ഈ ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തെ കടന്നു വരുമ്പോൾ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ ജനം, ദാനിയേലിന്റെ ജനം, അതാരാ? യഹൂദ ജനം. വിശുദ്ധ നഗരം യെരുശലേം, അവിടെ 70 ആഴ്ചവട്ടം നിയമിച്ചു. നമുക്ക് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ പഠനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. 69 ആഴ്ചവട്ടം നിവർത്തിക്കപ്പെട്ടു. 69 ആഴ്ചവട്ടം നിവർത്തിക്കപ്പെട്ടപ്പോൾ ഈ ക്ലോക്ക് നിന്നുപോയി. ഈ 70 ആഴ്ചവട്ടം എന്നൊരു ക്ലോക്ക് നിന്നു. അവർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന, അവരുടെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന, അവര് പാപപരിഹാരത്തിന് വേണ്ടി ക്രിസ്തുവിനെ മനസ്സിലാക്കി തീർക്കണമെങ്കിൽ 70 ആഴ്ചവട്ടം നിവർത്തിക്കപ്പെടണം. അത് വേണമായിരുന്നു. പക്ഷെ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി. ഇനി എത്ര ആഴ്ചവട്ടം ശേഷിക്കുന്നുണ്ട്? ഒരാഴ്ചവട്ടം. ദൈവസഭയുടെ പണി ആരംഭിക്കുന്നത് ഈ 69 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ്. യഹൂദനെ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളിൽ നിന്നൊരു ജനത്തെ എടുക്കുക. ആ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും അവസാനത്തെ ഒരാഴ്ചവട്ടം നിവർത്തിക്കപ്പെടാൻ സമയം തുടങ്ങും. ദൈവത്തിന്റെ ഇടപെടൽ യഹൂദനോട് വീണ്ടും തുടങ്ങും. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ശേഷിച്ചിരിക്കുന്ന ഒരാഴ്ചവട്ടം കൂടെ അത് നിവർത്തിക്കപ്പെടും. ഒരാഴ്ചവട്ടം 7 വർഷമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. യാക്കോബ് റാഹേലിന് വേണ്ടി സേവ ചെയ്തു. അവിടെ ആഴ്ചവട്ടം നിവർത്തിക്കാൻ പറയും. 7 വർഷമാണ്. 7 വർഷം എന്നോട് പറയുന്നു. 7 വർഷമാണ്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് അത് 7 വർഷമാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനിയും വരുന്ന ഒരു 7 വർഷ കാലഘട്ടം യഹൂദന് വേണ്ടി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. യെരമ്യാ പ്രവചനം 30:7 വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോബിന്റെ കഷ്ടകാലം. യെരമ്യാ 30:7 യാക്കോബിന്റെ കഷ്ടകാലം. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം അവർക്കുണ്ടായി. ഈ ശേഷിക്കുന്ന 7 വർഷത്തെ കാലഘട്ടമാണ്. അതിനെ രണ്ടായിട്ടും തിരിച്ച് 7 വർഷം രണ്ടായിട്ട് തിരിച്ചാൽ എത്ര വർഷമാണ്? 3.5 വർഷം. നമ്മൾ വായിച്ചപ്പോൾ ഓർത്തായിരുന്നു 1 കാലം 2 കാലം അരക്കാലം 3.5 വർഷമാണ്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രവചനത്തിൽ. ഒരു പ്രവചന വർഷം ബൈബിളിന്റെ പഠനം അനുസരിച്ച് 360 ദിവസമാണ്. 360 ദിവസം ആണെങ്കിൽ 3.5 വർഷം എത്ര ദിവസമുണ്ട്? 360 × 3.5 ഏതാണ്ട് 1260 ദിവസം. എത്ര മാസമുണ്ട്? 42 മാസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ 3 വർഷം എന്ന് പറയുമ്പോൾ 12 36 പിന്നീട് 6 കൂടെ കൂട്ടിക്ക് 16 72 42 36 7 അതെ അതെ 42. അപ്പം വളരെ വ്യക്തമായിട്ട് നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3.5 വർഷം അല്ലെങ്കിൽ 42 മാസം അല്ലെങ്കിൽ 1260 ദിവസം എന്ന് പറയുന്നത് പീഡന കാലഘട്ടത്തിന്റെ പകുതിയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് സഭ മാറ്റപ്പെട്ട ശേഷം 2 സാക്ഷികൾക്ക് 2 സാക്ഷികൾക്ക് 1260 ദിവസം പ്രവചിക്കാനായിട്ട് ദൈവം അവർക്ക് ശക്തി കൊടുക്കുക. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് 42 മാസം ഈ പ്രാകാരത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ യെരുശലേം ജാതികൾ ചവിട്ടുമെന്നും പറയുന്നുണ്ട്. യെരുശലേം ഇപ്പോൾ യഹൂദന്റെ കയ്യിലാണല്ലോ. യെരുശലേമിന്റെ ഒരു ഭാഗം മാത്രം അല്ലേ? അല്ല, 67 യുദ്ധത്തിൽ അതുകൂടെ പിടിച്ചെടുത്തു. പിന്നെ ആ മോസ്കരിക്കുന്ന ഭാഗം മാത്രം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്താണ്. ഇനിയും അതിന്റെ കണക്ക് ശ്രദ്ധേയമാണ്. ഈ 2 പ്രവാചകന്മാർ വന്ന് അവർ ശുശ്രൂഷിക്കുന്നത് 1260 ദിവസമാണ്. അതെ, അതിവിടെ പറയുന്നുണ്ട്. ഇത് പീഡന കാലഘട്ടത്തിന്റെ ആദ്യ ഭാഗമാണ്. എന്നാൽ ഇവിടെ എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു സത്യം, അന്തിക്രിസ്തു ലോകരാഷ്ട്രങ്ങളോട് ഒരു ഉടമ്പടി വെക്കും, ഒരു സമാധാന കരാർ.
സമാധാന കരാർ ഒപ്പുവെക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ 3.5 വർഷം ഈ 2 പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടും. ആരൊക്കെയാണ് ഇവരെന്നുള്ളതൊരു തർക്കമുണ്ട്. മലാക്കിയുടെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരും മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പോൾ ഒരാൾ ഏലിയ പ്രവാചകനാണെന്ന് തർക്കമില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർ കർത്താവിനെ കുറിച്ചൊക്കെ നീ ഏലിയാവാണോ, ശാബിയോനാണ് നീ ഏലിയാവാണോ, അവർക്കറിയാം. കാരണം അവരുടെ അവസാനത്തെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏലിയ വരുമെന്ന് പറഞ്ഞോളൂ. ഏലിയാവാണോ മലാക്കി പ്രവചനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഏലിയാവാണോ ഒന്നെന്നുള്ളത് തർക്കമില്ല. രണ്ടാമത്തെ വ്യക്തി മോശയാണോ ഹാനോക്കാണോ എന്നൊരു തർക്കമുണ്ട്. ഹാനോക്കാണെന്ന് വാദിക്കുന്നതിന്റെ കാരണം ഹാനോക്ക് മരണം കാണാതെ എടുത്തോളപ്പെട്ടു. ഏലിയാവും മരണം കാണാതെ എടുത്തോളപ്പെട്ടു. അപ്പൊ ഇവർ രണ്ടുപേരും വീണ്ടും വന്ന് മരിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരുമാണെന്ന് ധരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു പ്രബലമായ ധാരണ അത് ഏലിയാവല്ല, അത് മോശയാണ്. കാരണം യഹൂദന്റെ മധ്യത്തിൽ യെരുശലേമിൽ സാക്ഷ്യത്തിനായിട്ട് കടന്നു വരുന്നത് ഒരു യഹൂദനല്ലാത്ത ഹാനോക്കല്ല. അതിന് കൂടുതൽ സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യത മോശ വരാനായിട്ടാണ്. കാരണം മറുമലയിൽ വന്നപ്പോൾ 2 സാക്ഷികളായിട്ട് വന്നത് മോശയും ഏലിയാവുമാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന 2 സാക്ഷികൾ അവരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറഞ്ഞ അത്ഭുതങ്ങൾ ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. യഹൂദൻ അംഗീകരിക്കുന്ന 2 പ്രവാചകന്മാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ യഹൂദന്റെ മധ്യത്തിൽ യെരുശലേമിൽ സാക്ഷ്യത്തിനായിട്ട് ഇവർ കടന്നു വരും. ഇവർ ആദ്യ പകുതിയിൽ കടന്നു വരുന്നു. ദേവാലയം പണി ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും 22 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ 3-ാമത്തെ ഇസ്ലാമിന്റെ പ്രാധാന്യതയുള്ള സ്ഥലമായ ഈ ഡോം ഓഫ് ദി റോക്കും അലാസ്ക മോസ്കിന്റെ അടുക്കൽ അവരുടെ ദേവാലയം പണിയുന്നതിന് എതിർപ്പുണ്ടാകും. സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ 2 പ്രവാചകന്മാർ അവരോട് എതിർക്കുന്നവരെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ച് കളയുമെന്ന് വായിക്കും. അതെവിടെയാ വായിക്കുന്നത്? നമ്മൾ നോക്കിയാട്ടെ, അതിൻ്റെ 3 തൊട്ടുള്ള വാക്യം. ഞാൻ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ 8 എടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സ്ഥലം നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകും. ആരെങ്കിലും അവരോട് ദോഷം ചെയ്യാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവരൊക്കെയും മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലം മഴ പെയ്യാം. പിന്നെ അവർ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെയാണ്. എൻ്റെ വിശ്വാസം, പ്രവചന പഠനം ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, ഒരു 40-ലധികം വർഷമായിട്ട് പ്രവചനം ശ്രദ്ധിക്കുമ്പോൾ അടുത്ത കാലത്ത് ഈ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പല ലോക സംഭവങ്ങളും ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഒരു ശ്രദ്ധ എന്നെ കടന്നു പിടിച്ചു. ഒരു പഠനം ഈ മോശയും ഏലിയാവും കടന്നു വരും. മോശയായിരിക്കണം, ഏലിയാവുണ്ടേതായിരിക്കും. ഇവരുടെ സഹായത്തോടു കൂടെ ആയിരിക്കണം ഈ ദേവാലയം പണിയുന്നത്. കാരണം ദേവാലയം പണിക്ക് എതിർപ്പുണ്ടാകും. എന്നാൽ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് സഹായിക്കുകയും അവർക്ക് ഇത് പണിയാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റും കിടക്കുന്ന 22 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു ദേവാലയം, യഹൂദൻ വന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല, ഒരു ദേവാലയം പണിയുന്നതിനെ എതിർക്കുമ്പോൾ ഈ മോശയും ഏലിയാവും അവരോട് എതിർക്കുന്നവരെ തീ പുറപ്പെടുവിച്ച് ദഹിപ്പിച്ചു. അങ്ങനെ ദേവാലയം അങ്ങ് പണിയും. യാഗവും ആരംഭിക്കുമ്പോൾ 42 മാസം ഇവരുടെ കഴിയും. അതിന്റെ ആദ്യത്തെ പകുതി കഴിയും. ഡോക്ടർ ആഷർ കൗപ്മാൻ ഇത് പണിയപ്പെടാനുള്ള ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇതൊന്നും അറിയാതെ പറഞ്ഞു 42 മാസം വേണം ഇത് പണിയാൻ. അങ്ങേര് ബൈബിൾ വിശ്വാസിയൊന്നും അല്ലല്ലോ. അല്ല, ഈ പുതിയ നിയമത്തിലെ കാര്യമൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു അല്ലാതെ തന്നെ ഇറ്റ് ടേക്സ് 42 months. അദ്ദേഹം ഈ ദേവാലയം പണിക്ക് വേണ്ടിയുള്ള വളരെ തീവ്രമായ ശ്രമം നടത്തി. ഒരു ഗവേഷകനും അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സത്യം ഓർക്കുക, ഇത് പണിത് ഇവരെ കൊല്ലാൻ ആർക്ക് സാധിക്കത്തില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്ന 42 മാസം കഴിയുമ്പോൾ കൊല്ലാൻ. അവരുടെ ശരീരം അവിടെ കിടക്കും. നമ്മൾ വായിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. നോക്കിയേ, അതിന്റെ 7-ാം വാക്യം തുടങ്ങി നോക്കിയേ. വെളിപ്പാട് പുസ്തകം 11-ന്റെ 7-ാം വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നു. അന്തിക്രിസ്തു വരെ കൊല്ലും. അവരുടെ കർത്താവും ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. എല്ലാവരും കാണണമെങ്കിൽ ഇന്ന് ടിവിയിൽ കൂടെ ഇത് കാണാനൊക്കത്തുള്ളൂ. ഇന്റർനെറ്റും അത്രേ ഉള്ളൂ. 2000 വർഷം മുമ്പ് അതൊന്നും മനുഷ്യന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. വേദവശവും സത്യമാണോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും അത് കാണുന്നു. എന്തുകൊണ്ടാണ് കാണുന്നത്? താഴോട്ട് വായിച്ചാട്ടെ.
ഈ അവരുടെ ശവം വെപ്പാൻ സമ്മതിക്കുകയുമില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവേൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ ഇപ്പോഴേ ഓർക്കണം, 3.5 ദിവസം ഇവരുടെ ശരീരം ഇവരെ കൊന്നിട്ട് നിലത്തിട്ടിട്ട് കുഴിച്ചു വെക്കാൻ അനുവദിക്കത്തില്ല. മാത്രമല്ല സമ്മാനം കൊടുത്തു വിടുകയാണ്. ഇവരെല്ലാം സന്തോഷിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, അവരുടെ പുണ്യഭൂമിയിൽ ഈ ദേവാലയം പണിത് യാഗമർപ്പിക്കുമ്പോൾ അതിനെ സഹായിച്ച് ഇവരെ 2 പേരെ കൊന്നവിടെ ഇടുമ്പോൾ ആ ശരീരം അടക്കാനായിട്ട് അനുവദിക്കത്തില്ല. അത് ശരി. ഇന്ന് കണ്ട സംഭവങ്ങള് പലതും നമ്മുടെ കൺമുമ്പിൽ ചരിത്രം നമ്മളെ കാണിക്കുന്ന ഇത് തന്നെയാണ് ഇന്ന് ഈ കാണുന്നത്. ഇത് 3.5 ദിവസം അവരവിടെ കുഴിച്ചിടാൻ സമ്മതിക്കാതെ കിടക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഓർക്കണം, അത് എല്ലാവരും കാണുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ സംഭവമല്ലേ? അതെ അതെ, ഇതെല്ലാവരും കാണും. ഇന്നത്തെ ടിവിയും ഇന്റർനെറ്റും മൂലം, ഇന്നത്തെ സാറ്റലൈറ്റ് മൂലം ലോകം മുഴുവൻ ഇത് കാണും. ദൈവം നോക്കി എത്ര കൃത്യമാണ്. ദൈവവചനം കലർപ്പില്ലാത്ത ദൈവത്തിൻ്റെ സത്യമാണ്. ദൈവവചനം നമുക്ക് വിശ്വസിക്കാം. തിരുവഴുത്തിൽ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങൾ എത്ര കൃത്യമായിട്ടാണ് നിവൃത്തിയിലേക്ക് നീങ്ങുന്നത് എന്ന് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ അതിശയിക്കുകയാണ്. എന്നാൽ ആ 3.5 ദിവസം കഴിയുമ്പോൾ ഇവൾ എഴുന്നേറ്റ് വരിക. അത് ഇവിടെയും പറയുന്നുണ്ട്. അവർ സ്വർഗത്തിലോട്ടൊക്കെ പോകും. അന്നേരം ആ മനുഷ്യൻ പേടിക്കുന്നത്. അവർ സ്വർഗാരോഹണം ചെയ്തു. ദൈവത്തിന്റെ ജീവൻ അവരിൽ വന്ന് അവരുടെ കാൽ ഭൂമിയിൽ ഊന്നു നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. എന്നാൽ ഇവിടെ ഓർക്കണം, ഇത് ആദ്യത്തെ 42 മാസം കൊണ്ട് കഴിക്കും. ആദ്യത്തെ 3 വർഷം. സെക്കൻഡ് 3.5 years നമ്മൾ വായിക്കുന്നു, ജാതികൾ പിന്നെ അങ്ങ് ചവിട്ടുകയാണ് യെരൂശലേം. അതിന്റെ 2ാം വാക്യത്തെ നമ്മൾ വായിച്ചു. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നേരത്തെ 42 മാസം ചവിട്ടു. അതാണ് 3.5 വർഷം. നമ്മൾ 12ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളത് വിശദമായിട്ട് പിന്നീട് നമുക്ക് നോക്കാം. അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഭയങ്കരമായ ഭീടയുണ്ടായ യഹൂദനെ കൊല്ലുമ്പോൾ ഒരു കൂട്ടം ആളുകളെ 3.5 വർഷത്തേക്ക് മാറ്റി അവിടെ ദൈവം പാർപ്പിക്കും. ആ സ്ഥലമൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം പിന്നെ. അപ്പോൾ ഇതാണ് 42 മാസത്തിന്റെ ചരിത്രം, ഈ 2 പ്രവാചകന്മാരുടെ ശുശ്രൂഷ. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഈ 42 മാസത്തിന്റെ ഒരു കണക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 2000 വർഷം മുമ്പ് എഴുതിയത് 42 മാസത്തിന്റെ ഒരു കണക്ക് ഇവിടെ എഴുതിയത്. ഇന്ന് ബൈബിൾ വായിക്കാത്ത, ബൈബിൾ അറിയത്തില്ലാത്ത കേവലം ഒരു ഗവേഷകനായിരിക്കുന്ന യഹൂദ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേരെന്നാ, ഡോക്ടർ ആഷർ കൗഫ്മാൻ, അദ്ദേഹം പറയുകയാണ് 42 മാസം പണിയാൻ. ഇത് നമ്മൾ കേൾക്കുമ്പോൾ പ്രവചനത്തിന്റെ സത്യവും അതിന്റെ നിവൃത്തീകരണ കൃത്യതയും എത്ര വിലപ്പെട്ടതാണ്. കം ബാക്ക് ടു ദ ബൈബിൾ, റീഡ് ദ ബൈബിൾ, സ്റ്റഡി ദ ബൈബിൾ. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു. ഗൗരവമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ഈ മശിഹയെക്കുറിച്ചുള്ള സന്ദേശം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ തലമുറയിൽ ബുദ്ധിയുള്ളവർ പഠിക്കേണ്ടത് ഈ ബൈബിളിലെ പ്രവചന വിഷയങ്ങൾ. കാലത്തിന്റെ അന്ത്യത്തിലേക്ക് ദൈവം കരുതി വെച്ചിരുന്ന പ്രവചനങ്ങളുടെ ചുരുളുകൾ, അതിൻ്റെ അങ്ങോട്ട് പ്രകാശനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം തന്നെ ഈ 42 മാസത്തിന്റെ സംഭവങ്ങളും ഈ IS-ന്റെ ആവിർഭാവവും ഒക്കെ നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കി തന്നു. ഈ വിശുദ്ധ യുദ്ധം ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ചുകൂടെ വ്യക്തമായി. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരത് വിശ്വസിച്ച് കടന്നുപോയെന്നുള്ളതല്ലാതെ അവരെങ്ങനെ സംഭവിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും ഈ സത്യം പറഞ്ഞു കൊടുക്കുകയും അറിഞ്ഞ നമ്മൾ വളരെ കരുതലോടെ ജീവിക്കുകയും ഏത് സമയത്തും നമ്മുടെ കർത്താവ് നമ്മളെ മാറ്റിയാൽ പിന്നെ നടക്കേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭയത്തോടെ ജീവിക്കണം, തീർച്ചയായും വിശുദ്ധിയോടെ ജീവിക്കണം, ഒരുക്കത്തോടെ ജീവിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ആ ഭക്തിയും ഭയവും ഒരുക്കവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകട്ടെ. കേവലം ഇത് പ്രസംഗിക്കുക മാത്രമല്ല, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരും, എല്ലാ ദൈവഭക്തരും ദൈവത്തിനു വേണ്ടി ജീവിതം റീഡെഡിക്കേറ്റ് ചെയ്യുവാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സത്യങ്ങൾ എന്നെ നീ ബോധ്യപ്പെടുത്തിയല്ലോ, കേൾപ്പിച്ചല്ലോ. എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട്, എൻ്റെ താലന്തുകൾ അങ്ങേക്കായി, എൻ്റെ ശിഷ്ട ആയുസ്
അങ്ങയുടെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD, അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. സന്ദർശിക്കുക www.peaceministry.org.